ഖുർആനിലെ 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിന്റെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹു അലീമുൻ ഖബീർ. വെട്ടിക്കുളം പ്രദേശത്തുള്ള ഹൈന്ദവരെയും വെട്ടിക്കുളം പ്രദേശത്തുള്ള ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും ദൈവമുണ്ടെന്ന് പറയുന്നവരെയും ദൈവമില്ല എന്ന് പറയുന്നവരെയും എല്ലാ മനുഷ്യരെയും ഈ ലോകത്തിന്റെ നാഥൻ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ പരസ്പരം ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമാക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾക്കിടയിൽ ഗോത്രത്തിന്റെയും വർഗത്തിന്റെയും മഹിമ പറഞ്ഞ് തെറ്റിപ്പിരിയാൻ വേണ്ടിയിട്ടോ തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ടോ അല്ല. ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നമ്മളെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് ഭക്ഷണം നൽകുന്ന പ്രപഞ്ചത്തിന്റെ ജഗദീശ്വരനായ തമ്പുരാൻ, സർവേശ്വരനായ നാഥൻ, ഹിരണ്യഗർഭൻ, അവന്റെ അടുക്കൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരണീയനായി തീരുന്നത് ആരാണ്? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരാണോ ആ പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ വിധികൽപ്പനകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ, തഖ്വ പാലിക്കുന്നവർ, സൂക്ഷ്മത പാലിക്കുന്നവർ, അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ, പ്രപഞ്ചനാഥന്റെ അടുക്കൽ ഏറ്റവും ഉന്നതിയിലുള്ളവർ, ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവർ. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറി ചിന്തിക്കാൻ കഴിയണം. നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ചേർന്നിരിക്കേണ്ടവരാണ് എന്ന ഒരു സാഹോദര്യത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. ബാന്ധവ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം, ഈ ഭൂമിയാണ് തറവാട്. ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെല്ലാം പരസ്പരം ബന്ധുക്കളാണ്, കുടുംബക്കാരാണ്. ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുസ്ലിങ്ങളെ, മതവിശ്വാസികളെ, നമ്മളെല്ലാം പരസ്പരം ബന്ധുക്കളാണ്. ഈ ഭൂമി അത് നമ്മുടെ തറവാടാണെന്ന് പറയുന്ന മാനവികതയുടെയും പരിവർത്തനത്തിന്റെയും ആശയം ഉൾക്കൊള്ളുന്ന ഹൈന്ദവ വേദഗ്രന്ഥത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്ന കാവ്യമുണ്ട് ധരിച്ച ഈ ഹൈന്ദവ വിശ്വാസിക്ക് ഒരിക്കലും തന്നെ താടി നീട്ടി വളർത്തിയ, ദിനമഞ്ചു നേരം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മുസൽമാനെ നോക്കിയിട്ട് നിന്റെ സർവനാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കുരിശു വരച്ച ക്രിസ്ത്യാനിയെ നോക്കിയിട്ട് നിന്റെ സർവനാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന യേശുവിന്റെ സുവിശേഷം ബൈബിളിന്റെ മാർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിലുണ്ടെങ്കിൽ ആ സുവിശേഷവും ആ സന്ദേശവും ഉൾക്കൊള്ളുന്ന കുരിശു വരച്ച ക്രിസ്ത്യാനിക്ക് ഒരിക്കലും തന്നെ ദിനമഞ്ചു നേരം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, പ്രണാമം നമിക്കുന്ന, നിസ്കാരത്തായമ്പുള്ള മുസൽമാനെ നോക്കിയിട്ട്, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി ഉടുത്ത് മുസൽമാനെ നോക്കിയിട്ട്, താടി നീട്ടിയ സൽസ്വഭാവിയായ മുസൽമാനെ നോക്കിയിട്ട്, അയൽവാസിയെ സ്നേഹിക്കുന്ന മുസൽമാനെ നോക്കിയിട്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുസ്ലിമിനെ നോക്കിയിട്ട്, സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങൾ നൽകിയ മുസൽമാനെ നോക്കിയിട്ട് ഒരിക്കലും തന്നെ നിന്റെ സർവനാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാവ്യമുണ്ട് ധരിച്ച ഹൈന്ദവനെ നോക്കിയിട്ട് നിന്റെ സർവനാശത്തിനാണ് ഞാൻ മീറ്റിംഗ് കൂടുന്നത്, നിന്റെ സർവനാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്. ആദമാവട്ടെ, നിങ്ങൾ ഓടി നടക്കുന്ന, നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമിയിൽ കാണുന്ന മലൽത്തരികളിൽ നിന്ന്, ഈ ഭൂമിയിൽ കാണുന്ന മണ്ണിൽ നിന്ന്, ആ മണ്ണിൽ നിന്നാണ് ആദമുണ്ടായത്. കുല്ലുക്കും മിൻ ആദം, ആദമിൽ നിന്നാണ് നിങ്ങളെല്ലാം. ആദമാവട്ടെ ഈ മണ്ണിൽ നിന്നാണ്. നമ്മളെല്ലാം മണ്ണിന്റെ ഭാഗമായി തീരാനുള്ളതാണ് എന്ന ഏറ്റവും വലിയ മനുഷ്യ സാഹോദര്യത്തിന്റെയും പരിവർത്തനത്തിന്റെയും പടപ്പാട്ട് രചിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സത്യാദർശമായ ഇസ്ലാമിന്റെയും ഏറ്റവും മഹനീയമായ സന്ദേശം ഉൾക്കൊള്ളുന്ന താടി വളർത്തിയ മുസ്ലിമിന് ഒരിക്കലും തന്നെ ഈ ഒരു വെട്ടിക്കുളം പ്രദേശത്തുള്ള കാവ്യമുണ്ട് ധരിച്ച ഹൈന്ദവനെ നോക്കിയിട്ട് നിന്റെ സർവനാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കുരിശു വരച്ച വെട്ടിക്കുളം പ്രദേശത്തെ ക്രൈസ്തവനെ നോക്കിയിട്ട് നിന്റെ സർവനാശത്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്, നമ്മളെല്ലാം ഒന്നാണ്. ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കൂടി നമ്മളെല്ലാം പറഞ്ഞു തീർക്കേണ്ട, മനസ്സിലാക്കേണ്ട വേദഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയ സന്ദേശം നമുക്കിടയിലുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ നമുക്കിടയിൽ വിഭാഗീയത ഉണ്ടാവുകയില്ല, നമുക്കിടയിൽ പേടി സ്വപ്നങ്ങൾ ഉണ്ടാവുകയില്ല, നമുക്കിടയിൽ പ്രയാസങ്ങളോ നമുക്കിടയിൽ ജാതീയതയോ ഉണ്ടാവുകയില്ല. ഒരച്ഛനമ്മ മക്കൾ എപ്രകാരമായിരിക്കുമോ ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സാഹോദര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും. അതുകൊണ്ടാണ് ലോകത്തിന്റെ നാഥൻ വേദഗ്രന്ഥത്തിൽ
വേദത്തിന്റെ പൊതുസത്തയിലേക്ക് തിരിച്ചു മടങ്ങാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്, നമ്മളോട് ആഹ്വാനം ചെയ്തത് ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ് ബഅ്ദുനാ ബഅ്ളൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൂ ഫഖൂലു അശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആല ഇംറാൻ 64-ാമത്തെ വചനമാണ്. പ്രഥമമായിക്കൊണ്ടും പ്രധാനമായിക്കൊണ്ടും ഈ വിഷയത്തിന്റെ അഭിസംബോധനാ രീതി, ഈ വചനത്തിന്റെ അഭിസംബോധന ജൂത ക്രിസ്ത്യാനികളെ നോക്കിയിട്ടാണെങ്കിലും വിശാലമായ അർത്ഥത്തിൽ എല്ലാവരും ഇതിൽപ്പെടും. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, തആലൂ, നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ, ഒരു വാചകത്തിലേക്കും നമുക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊതു തത്വത്തിലേക്ക്. ഏതാണ് ആ തത്വം? ഈ വെട്ടിക്കുളം പ്രദേശത്തുള്ള ഹൈന്ദവരെ സഹോദരന്മാരെ, നമുക്കും നിങ്ങൾക്കും ഇവിടെയുള്ള ക്രൈസ്തവർക്കും എല്ലാ മതവിശ്വാസികൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊതു തത്വമുണ്ട്. ആ തത്വത്തിലേക്ക് നിങ്ങൾ വരൂ. അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, നിങ്ങളെയും ഇവിടെ ഇരിക്കുന്നവരെയും എന്നെയും എല്ലാ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന സർവേശ്വരനായ തമ്പുരാൻ, ലോകത്തിന്റെ നാഥൻ, ഹിരണ്യഗർഭൻ, സർവശക്തനായ നാഥൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന പൊതുതത്വത്തിലേക്ക് നിങ്ങൾ വരൂ.